+2 മാത്തമാറ്റിക്സ് എക്സാം സീരീസിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പാരാമെട്രിക് ഫോം ആണ്. പാരാമെട്രിക് ഫോമിലെ ക്വസ്റ്റ്യൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. അതായത് x is equal to f of t, y is equal to g of t. ഈ ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അതായത് ടി എന്നോ അല്ലെങ്കിൽ തീറ്റ എന്നോ ഉണ്ടായിരിക്കും. ഇപ്പൊ പാരാമെട്രിക് ഫോം കാണാനുള്ള ഇക്വേഷൻ dy/dx is equal to dy/dt divided by dx/dt. dy/dt divided by dx/dt. ഇതാണ് പാരാമെട്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് dy/dx if x equal to at square and y is equal to 2at. പാരാമെട്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തായിരുന്നു? dy/dx is equal to dy/dt divided by dx/dt. ഇതാണ് പാരാമെട്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതിൽ ആദ്യം എന്ത് ചെയ്യണം? dy/dt കണ്ടുപിടിക്കണം, പിന്നെ dx/dt കണ്ടുപിടിക്കണം, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ dx/dt കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ x equal to at square എന്നാണ് തന്നിരിക്കുന്നത്. x equal to at square. ഇപ്പൊ dx/dt കണ്ടുപിടിക്കാനായിട്ട് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പൊ dx/dt is equal to, ഇവിടെ a എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, അത് മാറ്റി വെച്ചാൽ ഇവിടെ t സ്ക്വയറിന്റെ ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇപ്പൊ t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t എന്നുള്ളത് ടി സ്ക്വയറിനെ എക്സ് ആക്കിയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ ഇവിടെ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2t ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതി കൊടുക്കാം? 2at എന്ന് എഴുതി കൊടുക്കാം. അതിവിടെ a എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, ആ കോൺസ്റ്റന്റ് ടേമിലൂടെ മാറ്റി വെച്ചു. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t ആണ്. അപ്പൊ ചേർത്തതോടെ 2at എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായി ഇവിടെ y is equal to 2at എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ dy/dt is equal to, ഇവിടെ 2 അതേപോലെ തന്നെ എയും കോൺസ്റ്റന്റ് ടേം ആണ്. ഇവിടെ ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അതായത് ddx x 1 ആണ്. ടിനെ ഇവിടെ x എന്ന് അസ്യൂം ചെയ്താൽ എന്താണ് ഇവിടെ കിട്ടുക? 2 into a into 1 എന്ന് കിട്ടും. അപ്പൊ ഇത് എങ്ങനെ എടുക്കാം? 2a എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ dx/dt കിട്ടിയത് 2at എന്നാണ്, dy/dt കിട്ടിയത് 2a എന്നാണ്. അത് ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. dy/dt ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? 2a ആണ് കിട്ടിയത്. അപ്പോ dy/dx is equal to dy/dt 2a by dx/dt 2at 2aയും 2aയും ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 1/t എന്ന് കിട്ടും. അപ്പൊ ഇവിടെ dy/dx is equal to എന്തെന്ന് എഴുതാം? dy/dx is equal to 1/t എന്ന് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. x equal to a cos theta, y is equal to a sin theta. ഫൈൻഡ് dy/dx തന്നെയാണ് ക്വസ്റ്റ്യൻ. x equal to a cos theta, y is equal to a sin theta. ഫസ്റ്റ് x എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. x equal to a cos theta, x equal to a cos theta. Both side differentiate. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? dx/dt is equal to, a എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, അതവിടെ മാറ്റി വെക്കാം. പിന്നെ ഇവിടെ cos theta ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടും, a into മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതിനെ എങ്ങനെ എഴുതി കൊടുക്കാം? അതായത് മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് y എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ y is equal to a sin theta. Differentiate both sides. dy/dx is equal to, a എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, അതോടെ മാറ്റി വെക്കാം. സൈൻ തീറ്റ ഡെറിവേറ്റീവ് cos തീറ്റ. അപ്പോ എങ്ങനെ എഴുതാം? a cos തീറ്റ എന്ന് എഴുതാം. a cos തീറ്റ. അതായത് ഇവിടെ dx/dt കിട്ടിയത് മൈനസ് a സൈൻ തീറ്റ, dy/dt കിട്ടിയത് a cos തീറ്റ. പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ എഴുതി കൊടുക്കാം. dy/dx is equal to dy/dt divided by dx/dt divided by dx/dt. dy/dt കിട്ടിയത് എന്തായിരുന്നു? a cos തീറ്റ. dy/dt കിട്ടിയത് a cos തീറ്റ ഡിവൈഡഡ് ബൈ dx/dt കിട്ടിയത് മൈനസ് a sin തീറ്റ. ഇവിടെ aയും aയും ക്യാൻസൽ ചെയ്യാം. cos തീറ്റ ബൈ sin തീറ്റ.
കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്, കോട്ട് തീറ്റ. ഇവിടെ മൈനസ് കോട്ട് തീറ്റ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് dy ബൈ dx if x equal to a cos cube t, y is equal to a sin cube t. ഇവിടെ ഫസ്റ്റ് എക്സ് എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് dx ബൈ dt is equal to a എന്ന ടേം ഇവിടെ കോൺസ്റ്റന്റ് ആണ്, a എന്ന ടേം ഇവിടെ മാറ്റി വെക്കാം. കോസ് ക്യൂബ് ടീനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ d ബൈ dt കോസ് ക്യൂബ് ടി, d ബൈ dt കോസ് ക്യൂബ് ടി. ഇവിടെ കോസ് ക്യൂബ് ടി എന്ന് പറഞ്ഞാൽ n x റൈസ് ടു n എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് x റൈസ് ടു n ഈസ് ഈക്വൽ ടു nx റൈസ് ടു n മൈനസ് 1 എന്നാണ്. ഇവിടെ കോസ് ക്യൂബ് ടി എക്സ് എന്ന ടേം ഇവിടെ കോസ് ആണ്. അപ്പൊ ഇവിടെ കോസ് ക്യൂബ് ടി ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ n എന്ന ടേം ഇവിടെ 3 ആണ്. അപ്പൊ n ന് എന്ത് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. 3 എക്സ് എന്ന ടേം ഇവിടെ കോസ് ടി ആണ്. അപ്പൊ എക്സിന് കോസ് ടി എന്ന് കൊടുക്കാം. n മൈനസ് 1 എന്നത് 3 മൈനസ് 1 എന്നത് 2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കോസ് ക്യൂബ് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 കോസ് സ്ക്വയർ ടി എന്നാണ്. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കാം a ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി, a ഇൻറ്റു 3 കോസ് സ്ക്വയർ ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം, d ബൈ ഡി ടി കോസ് ടീനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ടി എന്ന ടേമിലൂടെ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി എന്ന് എഴുതാം. ഇൻറ്റു മൈനസ് സൈൻ ടി. അടുത്ത y എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ y ഈസ് ഈക്വൽ ടു a സൈൻ ക്യൂബ് ടി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ dy ബൈ dt ഈസ് ഈക്വൽ ടു a എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, ഇവിടെ മാറ്റി വെക്കാം. സൈൻ ക്യൂബ് ടി നേരത്തെ കോസ് ക്യൂബ് ടി ചെയ്ത അതേപോലെ തന്നെയാണ്. സൈൻ ക്യൂബ് ടി എന്ന് പറയുമ്പോൾ 3 സൈൻ സ്ക്വയർ ടി ഇൻറ്റു d by dt sin t, യുടെ ഡെറിവേറ്റീവ് cos t, cos t. പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് dy by dx is equal to dy by dt divided by dx by dt, divided by dx by dt. ഇവിടെ എഴുതി കൊടുക്കാം dy by dx is equal to dy by dt കിട്ടിയത് എന്തായിരുന്നു, a 3 sin square t into cos t divided by dx by dt ചെയ്തെടുത്തപ്പോ എന്താണ് കിട്ടിയത്, a into 3 cos square t into minus sin t. ഇവിടെ a എന്ന ടേമും ക്യാൻസൽ ചെയ്യാം, 3യും ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയറിൽ നിന്ന് ഇവിടുത്തെ ഒരു സൈനിനെ ക്യാൻസൽ ചെയ്യാം. കോസ് സ്ക്വയറിൽ നിന്ന് ഇവിടുത്തെ ഒരു കോസിനെയും ക്യാൻസൽ ചെയ്യാം. സൈൻ സ്ക്വയറിൽ നിന്ന് ഇവിടെ ഒരു സൈനിനെ ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു സൈൻ ടി ഉണ്ട്. കോസ് സ്ക്വയറിൽ നിന്ന് ഇവിടെ ഒരു കോസിനെ ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു കോസ് ടി ഉണ്ട്. അപ്പോൾ ഇവിടെ സൈൻ ടി ബൈ കോസ് ടി ടാൻ ടി, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതും കൂടെ അവിടെ എഴുതി കൊടുത്താൽ ആൻസർ ഇങ്ങനെ കിട്ടും, മൈനസ് ടാൻ ടി എന്ന് കിട്ടും, മൈനസ് ടാൻ ടി. അടുത്ത ചോദ്യം, x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ, y ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ, y ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇവിടെ x എന്ന ടേമിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ x എന്ന ടേം തന്നിരിക്കുന്നത് x ഈക്വൽ ടു a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ, a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഇവിടെ എഴുതി കൊടുക്കാം dx ബൈ dt is equal to a ഇൻറ്റു തീറ്റ എന്ന ടേമിനെ x എന്ന് അസ്യൂം ചെയ്താൽ d ബൈ dx x 1 ആണ്. അപ്പൊ d ബൈ dx തീറ്റ 1 എന്ന് തന്നെ എഴുതി കൊടുക്കാം. അതായത് തീറ്റനെ ഇവിടെ x എന്ന് അസ്യൂം ചെയ്താൽ d ബൈ dx x 1, അപ്പൊ d ബൈ dx തീറ്റ 1 എന്ന് എഴുതി കൊടുക്കാം. പ്ലസ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ, അപ്പൊ ഇങ്ങനെ കിട്ടും a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതി കൊടുക്കാം. അടുത്തതായി y എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. y ഇവിടെ തന്നിരിക്കുന്നത് y is equal to a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, എഴുതി കൊടുക്കാം dy by dt
is equal to a എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, ഇവിടെ മാറ്റി വയ്ക്കാം. d by dx1 എന്ന് വെച്ചാൽ ഇവിടെ 0 ആണ്. d by dx1 0 ആയിട്ട് മാറും. cos theta ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, cos theta ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ആണ്. മൈനസ് സൈൻ തീറ്റയും ഈ മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് സൈൻ തീറ്റ ആവും. അപ്പൊ എഴുതി കൊടുക്കാം a ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതി കൊടുക്കാം. cos theta ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, കൂട്ടത്തിൽ ഇവിടുത്തെ മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് സൈൻ തീറ്റ ആവും. അപ്പൊ ഇവിടെ സൈൻ തീറ്റ എന്ന് എഴുതി കൊടുക്കാം. അപ്പൊ dy by dt കിട്ടിയത് a ഇൻറ്റു സൈൻ തീറ്റ. പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. dy by dx is equal to dy by dt divided by dx by dt. dy by dt ഇവിടെ സോൾവ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? a sin തീറ്റ. dy by dt കിട്ടിയത് a sin തീറ്റ എന്നായിരുന്നു. ഡിവൈഡഡ് ബൈ dx by dt. dx by dt കിട്ടിയത് a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇവിടെ a എന്ന ടേമും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഇവിടെ സൈൻ തീറ്റനെ ഇങ്ങനെ എഴുതി കൊടുക്കാം. 2 sin theta by 2 cos theta by 2. 2 sin theta by 2 cos theta by 2. അപ്പൊ സൈൻ തീറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 sin theta by 2 cos theta by 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. 1 പ്ലസ് കോസ് തീറ്റ ഇങ്ങനെ എഴുതി കൊടുക്കാം. 2 cos സ്ക്വയർ തീറ്റ ബൈ 2. 2 cos സ്ക്വയർ തീറ്റ ബൈ 2. ഇവിടെ ഈ ഇക്വേഷൻസ് അറിയാത്തവര് ഇതിപ്പോ തന്നെ എഴുതിയെടുത്ത് പഠിച്ചു വെച്ചോളാം. പ്ലസ് ടുവില് നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇത് ആവശ്യമുള്ളതാണ്. അപ്പൊ സൈൻ തീറ്റയെ എങ്ങനെ എഴുതി കൊടുക്കാം? 2 sin theta by 2 cos theta by 2 എന്ന് എഴുതി കൊടുക്കാം. 1 പ്ലസ് കോസ് തീറ്റ എങ്ങനെ എഴുതി കൊടുക്കാം? 2 cos സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. cos സ്ക്വയർ തീറ്റ ബൈ 2 നിന്ന് ഒരു കോസ് തീറ്റ ബൈ 2 നെ ക്യാൻസൽ ചെയ്താൽ പിന്നെ ഇവിടെ ഒരു കോസ് തീറ്റ ബൈ 2 ഉണ്ട്. അപ്പൊ സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2. സൈൻ ബൈ കോസ് ടാൻ ആണ്. ഫിസിക്കൽ ടു എങ്ങനെ എഴുതി കൊടുക്കാം? ടാൻ തീറ്റ ബൈ 2 എന്ന് എഴുതി കൊടുക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് dy by dx if x equal to sin theta minus cos theta and y is equal to sin theta plus cos theta. ഫസ്റ്റ് x എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ x equal to ഇവിടെ തന്നിരിക്കുന്നത് sin theta minus cos theta. sin theta minus cos theta. Differentiating both sides. dx by dt is equal to sin theta ഡെറിവേറ്റീവ് cos theta ആണ്. sin theta ഡെറിവേറ്റീവ് cos theta. cos theta ഡെറിവേറ്റീവ് മൈനസ് sin theta ആണ്. അപ്പൊ മൈനസ് sin theta ഈ മൈനസിന്റെ കൂടെ ചേരുമ്പോൾ പ്ലസ് sin theta ആവും. പ്ലസ് sin theta. അപ്പോൾ ഇവിടെ sin theta മൈനസ് cos theta ഡിഫറൻഷിയേറ്റ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയത് cos theta പ്ലസ് sin theta. അടുത്തത് y എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ y എന്ന ടേം തന്നിരിക്കുന്നത് y is equal to sin theta plus cos theta. sin theta plus cos theta. ഇവിടെ y എന്ന ടേം തന്നിരിക്കുന്നത് y is equal to sin theta plus cos theta. അപ്പൊ dy by dt is equal to sin theta ഡെറിവേറ്റീവ് cos theta. sin theta യുടെ ഡെറിവേറ്റീവ് cos theta. The cos theta ഡെറിവേറ്റീവ് മൈനസ് sin theta. cos theta യുടെ ഡെറിവേറ്റീവ് മൈനസ് sin theta. ഇനി പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പൊ അവിടെ എഴുതി കൊടുക്കാം. dy by dx is equal to dy by dt ചെയ്തെടുത്തപ്പോ എന്താണ് കിട്ടിയത്? cos theta minus sin theta. cos theta minus sin theta divided by dx by dt ചെയ്തെടുത്തപ്പോ കിട്ടിയത് cos theta plus sin theta. cos theta plus sin theta. ഇത് ഡയറക്ട്ലി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? cos theta നെ ത്രൂ ഔട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. cos theta നെ ത്രൂ ഔട്ട് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ cos theta by cos theta minus sin theta by cos theta all divided by cos theta by cos theta minus plus sin theta by cos theta. cos theta by cos theta 1 എന്ന് എടുക്കാം. ഇവിടെയും cos theta by cos theta 1 എന്ന് എടുക്കാം. sin theta by cos theta tan theta ആണ്. ഇവിടെയും sin theta by cos theta tan theta ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കാം. dy by dx is equal to 1 minus tan theta divided by 1 plus tan theta. 1 minus tan theta divided by
1 പ്ലസ് ടാൻ തീറ്റ. ഓൾറെഡി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ എന്നുള്ളത് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. ഇവിടെ എക്സ് എന്ന ടേം തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി എന്നാണ്. എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ കോൺസ്റ്റന്റ് ടേം ആണ്, മാറ്റിവെക്കാം. ടിയുടെ ഡെറിവേറ്റീവ് 1. ടീനെ ഇവിടെ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇപ്പൊ ടിയുടെ ഡെറിവേറ്റീവ് 1 എന്ന് എടുക്കാം. ഇവിടെ സൈൻ ടി, അതായത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പൊ സൈൻ ടി കോസ് ടി എന്ന് കിട്ടും. അപ്പൊ 1 മൈനസ് കോസ് ടി എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ഇവിടെ y എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ y ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ്. dy ബൈ ഡി ടി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ എന്ന ടേം കോൺസ്റ്റന്റ് ആണ്, മാറ്റിവെക്കാം. 1 എന്ന ടേം, അതായത് ഡി ബൈ ഡി എക്സ് 1 0 ആയിട്ട് പോവും. പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. അപ്പൊ മൈനസ് സൈൻ ടി എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പാരാമെട്രിക് ഫോം കാണാൻ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി ഇവിടെ കിട്ടിയത് എ ഇൻറ്റു മൈനസ് സൈൻ ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി കിട്ടിയത് എ ഇൻറ്റു 1 മൈനസ് കോസ് ടി. 1 മൈനസ് കോസ് ടി. എ എന്ന ടേമും ക്യാൻസൽ ചെയ്യാം. ഇവിടെ സൈൻ എക്സിനെ ഇങ്ങനെ എഴുതി കൊടുക്കാം. 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2. നേരത്തെ ഒരു പ്രോബ്ലത്തില് സൈൻ തീറ്റയെ ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സൈൻ ടി എങ്ങനെ എഴുതി കൊടുക്കാം? 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് ടി. 1 മൈനസ് കോസ് എക്സ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. അപ്പൊ 1 മൈനസ് കോസ് ടി എന്നുള്ളത് ഇങ്ങനെ എഴുതി കൊടുക്കാം. 2 സൈൻ സ്ക്വയർ ടി ബൈ 2. ഇവിടെ 2 എന്ന ടേമും ക്യാൻസൽ ചെയ്യാം. സൈൻ ടി ബൈ 2 സൈൻ സ്ക്വയർ ടി ബൈ 2 നിന്ന് ഒരു സൈൻ ടി ബൈ 2 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ബാക്കി കോസ് ടി ബൈ 2 ബൈ സൈൻ ടി ബൈ 2 ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ കോസ് ബൈ സൈൻ എന്നുള്ളത് കോട്ടാണെന്ന് ഓൾറെഡി നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ കോസ് ബൈ സൈൻ കോട്ട്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി മൈനസ് സൈൻ ഉണ്ട്, ആ മൈനസ് സൈൻ ഇവിടെ ഇട്ട് കൊടുക്കാം. കോസ് ബൈ സൈൻ കോട്ടാണ്, ഇവിടെ എഴുതി കൊടുക്കാം. കോട്ട് ടി ബൈ 2 എന്ന് കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ y ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. ഇവിടെ എക്സ് എന്ന ടേമിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ടേം ആണ്, എവിടെ മാറ്റിവെക്കാം. 1 ഡി ബൈ ഡി എക്സ് 1 0 ആണ്. ഇവിടെ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ആ മൈനസിന്റെ കൂടെ ഈ മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് സൈൻ തീറ്റ ആവും. അപ്പൊ എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി എ സൈൻ തീറ്റ എന്ന് കിട്ടും. അടുത്ത y എന്ന ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ y ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ടേം ആണ്, മാറ്റിവെക്കാം. ഇവിടെ 1 ഡി ബൈ ഡി എക്സ് 1 0 ആണ്. ഇവിടെ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റയാണ്. അപ്പൊ ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് എഴുതി കൊടുക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? മൈനസ് എ കോസ് തീറ്റ എന്ന് എഴുതാം. പാരാമെട്രിക് ഫോമിന്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പാരാമെട്രിക് ഫോം ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടി മൈനസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എ സൈൻ തീറ്റ. എ എന്ന ടേമും ക്യാൻസൽ ചെയ്യാം. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ. അപ്പൊ ആൻസർ ഇങ്ങനെ എഴുതി കൊടുക്കാം. മൈനസ് കോട്ട് തീറ്റ എന്ന് എഴുതി കൊടുക്കാം.
ഇന്നത്തെ ക്ലാസ്സിലെ പാരാമെട്രിക് ഫോം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ലോഗരിതമിക് ഫംഗ്ഷൻ പഠിക്കാം. അപ്പോൾ ഇതിനു മുൻപുള്ള വീഡിയോ ക്ലാസ്സുകൾ കാണാത്തവര് അത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.